അവിടെ സുജായിയുമില്ല, പാവപ്പെട്ടവനുമില്ല, പൈസക്കാരനുമില്ല, ദുനിയാവിലെ പ്രമാണിമാരുമില്ല. അതുകൊണ്ട് റബ്ബേ സബ്ബിത്തുഹു ഇൻദ സുആൽ, ഒരു കഴിവും പരിധിയും ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനയും ഏതെങ്കിലും തരത്തിലുള്ള പദവിയുമില്ലാത്ത ഈ സാധു മനുഷ്യനെ എന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ ഒരു കഴിവ് കൊടുക്കണം നാഥ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മറുപടി കൊടുക്കണം. ദുനിയാവിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മറുപടി കൊടുക്കാം, പക്ഷെ ഖബറിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറുപടി കൊടുക്കണം. എന്തേ സുബഹിക്ക് പള്ളിയിൽ വരാത്ത? രാത്രി നേരം വൈകിയ വന്ന് 1 മണിക്കാ ഞാൻ പുരയിലെത്തി, അതുകൊണ്ട് എനിക്ക് സുബഹിക്ക് വരാൻ പറ്റിയില്ല. ന്യായീകരിക്കാം. പക്ഷെ ഖബറിൽ നാഥനായ സൃഷ്ടാവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു ന്യായീകരണവും പറയാൻ സാധിക്കാതെ വാമുട്ടി ഉത്തരം മുട്ടി തപ്പിത്തടയുന്നൊരു ഗതികേട് ഈ ഖബറാളിക്ക് ഇങ്ങി കൊടുക്കല്ലേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബേ, ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും പടച്ച റബ്ബ് ഖബറിന്റെ ഭയാനകത നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ 2 ഭാഗം അങ്ങ് ഇടുക്കിക്കാളും. മദീന മിമ്പറിൽ കൈകൾ കോർത്തു പിടിച്ച് റസൂലുള്ള പറയാൻ കിട്ടാതെ വിതുമ്പി കണ്ണ് നിറഞ്ഞൊഴുകുന്ന റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, റസൂലുള്ള കാണിച്ചു കൊടുക്കുക, പടച്ച റബ്ബിന്റെ ഖബറിലേക്ക് ഒരു മയ്യത്ത് ചേർത്ത് വെക്കുമ്പോ അള്ള 2 ഭാഗം ഇടുക്കിക്കളയും. ആ സമയത്ത് ഖബറിൽ കിടക്കുന്നവന്റെ വാരിയല്ലുകൾ ഇതുപോലെ കോർത്തു പിടിച്ചു പോകും. പ്രാണവേദന കൊണ്ട് അവൻ പെടയും. ആ പെടച്ചിലെങ്ങാനും ഖബറിന്റെ മുകളിലിരിക്കുന്ന നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ ഖബറിലേക്ക് മറമാടാൻ പോവില്ലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻജംബി, അതുകൊണ്ട് പടച്ചോനെ ഖബറിലെ സങ്കടങ്ങി മാറ്റിക്കൊടുക്കണം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്, എല്ലാ പാപങ്ങളും പുറത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ കവാടം അതിങ്ങാ ഖബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാരും തിരിച്ചു പോകും. പിന്നെ ആരാ മനുഷ്യരെ ഇന്ത്യങ്ങളെയും ഖബറിന്റെ അടുത്ത് വരിക? ഈ ചമ്മാടും തിരൂരങ്ങാടിയൊക്കെ പ്രിയപ്പെട്ട എത്ര ആളെ മയ്യത്ത് നമ്മൾ ഖബറിൽ കൊണ്ടുവച്ചതാ. വിശ്വസിക്കാനാവാത്ത മരണത്തിന്റെ മുൻപിൽ വെപ്രാളപ്പെട്ട് നിന്നതാ. പടച്ചോനെ, ഓ മരിക്കേ എന്ന് ആശ്ചര്യത്തോടെ നമ്മൾ ചോദിച്ചതാ. ആ മയ്യത്ത് കൊണ്ടുവച്ച് 15 മിനിറ്റ് തസ്ബീത്തും ചൊല്ലി കിട്ടാവുന്ന വെള്ളവും കുടിച്ച് കയ്യും തുടച്ച് തിരിച്ചു പോന്ന ഇന്ന് വരെ തൊട്ടു മുൻപ് നമസ്കരിച്ചെന്ന ളുഹർ നമസ്കാരത്തിന് ശേഷം കൈ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ അതിലൊരാളുടെ മുഖമെങ്കിലും നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്നെങ്ങളെയും നാട് മറക്കും. പിന്നെ ആരും എന്നെങ്ങളെ ഓർക്കൂല. ആർക്കും നമ്മൾ ഓർക്കാൻ നേരം ഉണ്ടാവൂല. ഇനി ആ മരിച്ച് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നെങ്കിലോ എന്താ നമ്മൾ വീട്ടിൽ കാണുക? ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കി. ആ വീട് ഒരു നിശബ്ദത തന്നെ ഉണ്ടാകും. പക്ഷേ കരച്ചിലിനൊക്കെ ഒരു ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. അയൽപ്പക്കത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ അടുക്കളയിലും മുറ്റത്തും വന്ന് ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടാകും ഈ കുടുംബത്തിന് കൊടുക്കാൻ, അല്ലെങ്കിൽ അയൽപ്പക്കത്ത് നിന്ന് ഉണ്ടാക്കിയിട്ട് അവർ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഓരോരുത്തരും നമ്മൾ കരഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണിനങ്ങനെ തട്ടി വിളിച്ചിട്ട് പറയും, സുലൈഖ എന്തെങ്കിലും തിന്ന്, പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം, മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? കെട്ടിച്ചുവിട്ട മക്കളെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെടും. പിയാപ്രാരൊക്കെ മക്കളെയും കൈമലെടുത്തിട്ട് മുറ്റത്തിങ്ങനെ നിൽക്കും. ആ മക്കളെ കാണാൻ നാട്ടിലുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരും. മരിച്ച 3-ന്റെ അന്ന് വൈകുന്നേരം വരെ നാട്ടുകാര് ശരവർഷം നമ്മളെ വീട്ടിലേക്ക് വരും. കയറി വന്ന ഓരോരുത്തരും കിട്ടാവുന്ന ഒരു കാവയും കുടിച്ചിട്ട് താറപ്പായിന്റെ ചുവട്ടിലെ കസേരയെ ചെന്നിരിക്കും. ഒരു മൂലക്കാണ് 4-5 ആള് കൂടിയിട്ട് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നു, വേറൊരു ഭാഗത്ത് സംഘടന വർണ്ണിച്ചിരിക്കുന്നു, വേറൊരു ഭാഗത്ത് വേറെന്തോ പറഞ്ഞിരിക്കുന്നു. മരിച്ച പുര മണിക്കൂർ വ്യത്യാസത്തിൽ പിന്നെ ഒരു ഹാപ്പി ആകുക, അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഒരു യാതൊരുവിധ ചിന്തകളും ഇല്ലാണ്ടാവുക. 3-ാമത്തെ ദിവസം വൈകുന്നേരം കുടുംബക്കാർ പതുക്കെ വന്നിട്ട് മോനോട് പറയും, ഞങ്ങൾ പോകാടോ. ചിലന്മാരെടുത്ത് എന്നിട്ട് അല്ലെങ്കിൽ ഭാര്യന്റെ അടുത്ത് വെച്ച് പറയും, ഞാളിറങ്ങുക, 3 ദിവസമായില്ലേ വന്നിട്ട്, എത്രാന്ന് വെച്ചാ അപ്പം പുര കൂട്ടിയിടുക. മക്കളെ മദ്രസ 3 ദിവസമായിട്ടില്ല, സ്കൂളില്ല, അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാള് പോവുക സുലൈഖ, സമയം കിട്ടുമ്പോഴൊക്കെ വരും. ഓരോരുത്തരും സലാം പറഞ്ഞു പിരിയും. അവസാനം നമ്മളെ വീട്ടില് നമ്മളെ കുടുംബം മാത്രമാവും. ഒരൊറ്റ വ്യത്യാസം, ഞാനും നിങ്ങളും അവിടെ ഉണ്ടാവില്ല. ഞാനും നിങ്ങളും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലായിരിക്കും. ഇനിയൊരു 1-2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പിന്നെ ആ വീട്ടിൽ നടക്കും. 1 മാസം വരെ മക്കളൊക്കെ ഫോണൊക്കെ ഓഫാക്കി TV ഒക്കെ ഓഫാക്കി അങ്ങനെ നിൽക്കും. 1 മാസം കഴിഞ്ഞാൽ ഓല ഓണാക്കും. 2 മാസം കഴിഞ്ഞാൽ വാപ്പല്ലാത്ത ഓല അംഗീകരിക്കും. 3 മാസം കഴിഞ്ഞാൽ പിന്നെ ഓൻ്റെ മാതിരി ജീവിക്കും.
4-ാം മാസത്തിൽ അവന്റെ പെണ്ണ് പുറത്തിറങ്ങി തുടങ്ങും. ഒഴിവാക്കിയിരുന്ന പല കല്യാണവും പിന്നോല് പോകാൻ തുടങ്ങും. നാട്ടുകാർക്കിടയിൽ ഭർത്താവ് മരിച്ചൊരു പെണ്ണ് എന്നൊരു പരിഗണന കിട്ടും, മക്കള് വാപ്പ മരിച്ച മോന് എന്നൊരു പരിഗണന കിട്ടും. അങ്ങനെ അവര് മറന്നോണ്ടിരിക്കും. അവസാനം നമ്മളൊക്കെ പറയാറില്ലേ, ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാലോ, ഞാൻ പ്രാർത്ഥിക്കുന്നതും പലരും പ്രാർത്ഥിക്കുന്നത് എന്താ, പടച്ചോനെ എന്റെ പെണ്ണുങ്ങൾ മരിക്കുന്നതിന്റെ മുൻപ് ഇന്ന മരിപ്പിക്കണേന്നാ. കാരണം ഓളില്ലാണ്ട് നമ്മളെ കൊണ്ടാവൂല. എന്ത് പവർ ഉണ്ട് എന്ന് പറഞ്ഞാലും 2 ദിവസം പെണ്ണുങ്ങൾ പുരയിലില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക എന്ന് പറയുന്നവരാ എല്ലാരും. അവളും പ്രാർത്ഥിക്കുന്നുണ്ടാകും, പടച്ചോനെ മൂപ്പരില്ലാണ്ട് ഇന്നൊക്കെ ഉണ്ടാവൂല, അതുകൊണ്ട് ഇന്ന മരിപ്പിച്ചിട്ട് എങ്ങി അയാളെ മരിപ്പിക്കാവുക. അത്രക്ക് സ്നേഹത്തോടെ ചിന്തിച്ചിരുന്ന നമ്മള് മരിച്ച് 1-2 കൊല്ലം കഴിയുമ്പം നമ്മളെ കെട്ടിപ്പിടിച്ചുറങ്ങിയ അതേ കട്ടിലിൽ ചിലപ്പം വേറൊരു പുതിയാപ്പിള വരും. ഓളെ കൊണ്ട് കുടുംബക്കാർ വേറെ പെണ്ണെട്ടിക്കും, പിയാപ്പിളനെ കെട്ടിക്കും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ മക്കളപ്പരം ജീവിച്ചിരുന്ന നമ്മളെ വീട്ടിൽ വേറൊരാണുങ്ങൾ വരും, നമ്മളെ പെണ്ണിന് വേറൊരുത്തൻ കല്യാണം കഴിക്കും, നമ്മളെ പിയാപ്പിള വേറൊരുത്തിനെ കൂട്ടിക്കൊണ്ടുവരും. അയാളോടെ കൂടെ കെട്ടിപ്പിടിച്ചുറങ്ങിയ കട്ടിലിൽ അയാളെ കൂടെ വേറൊരു പെണ്ണ് വരും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ആ മണ്ണിൽ നിന്നാണ് ഞാൻ കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് എന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ആ ഒരു മരണം ഏത് നിമിഷവും നിങ്ങളെയും കൊണ്ടുപോകാൻ കാത്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തുണ്ട് പടച്ചോന്റെ അടുത്ത് കാണിക്കാൻ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സമ്പത്ത്, ഒരു നല്ല സ്വഭാവം. ഇതിലേത് ചോദ്യത്തിനാ അള്ളാഹുവിനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ? വിശ്വാസങ്ങളൊക്കെ വികലമാക്കപ്പെടുകയും അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം. ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് കൈകൊണ്ട് പിടിച്ചിറക്കി കയറിപ്പോകുന്ന ഷെയ്ഖുനാന്റെ കറാമത്തിന്റെ കള്ളക്കഥകളുടെ കാലഘട്ടം. 18 കൊല്ലം ഗർഭിണിയാകാത്ത പെണ്ണിന് ബിരിയാണി തിന്നുന്നതിൻ്റെ ഇടക്ക് കോഴിക്കാല് കടിച്ചു വലിക്കാൻ കൊടുത്തപ്പോഴേക്കും 9 മാസം ഗർഭിണിയാക്കിയ കറാമത്തുകളുടെ കള്ളക്കഥകളുടെ കാലഘട്ടം. ഇപ്പോഴും ആഴ്ചയിലൊരിക്കൽ ഹിളർ നബിയുടെയും ജിബിരിലിന്റെയും കൂടെ മടവൂര് വന്ന് കഞ്ഞി കുടിച്ചു പോകുന്ന ഷെയ്ഖുനാന്റെ കറാമത്തുകളിൽ വിശ്വസിക്കുന്ന, അബദ്ധങ്ങളുടെ മാലപ്പടക്കങ്ങളെ പോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന വളരുന്ന തലമുറകളെ നിരീശ്വരവാദത്തിലേക്കും ഡിംഗവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്ന പുരോഹിതന്മാര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അല്ലാഹുവിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മക്കും നെഞ്ചിൻ്റെ ഉള്ളിൽ പടച്ചോൻ കയറിയിട്ടില്ല. കാരണം നമ്മളെ വിശ്വാസവും നമ്മളെ ജീവിതവും രണ്ടും 2 നിലക്ക. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, പലിശ വാങ്ങുന്നവൻ, പലിശ തിന്നുന്നവൻ, പലിശക്ക് സാക്ഷി നിൽക്കുന്നവൻ, ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് തിരുദൂതൻ പറഞ്ഞു, അള്ളാഹു ശാപം കിട്ടിയവരും വെറുത്തവരുമാണ്. ഒരിക്കലും നിങ്ങളത് സ്വീകരിക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ പ്രാരാബ്ദങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലെയും പോകേണ്ടി വന്നാലും നിങ്ങൾ സമ്പാദിക്കുന്നതും നിങ്ങളെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നതും നിങ്ങൾ ഹക്കും ബാത്തിലും വേർതിരിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എന്തേന്ന്? ഒരു ഭാഗത്ത് നല്ല നിസ്കാരമുണ്ട്, മറുഭാഗത്ത് ലോണുണ്ട്. വാഹനം ലോണില, പൊര ലോണില, കച്ചവടം ലോണില. പുതിയ ബാങ്കുകാർ ലോൺ എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് പറഞ്ഞു അടവ്. എന്നാ പിന്നെ പറയാനൊരു എളുപ്പവും കേൾക്കുന്നവർക്കൊരു സൗകര്യവും. ഇത് പാപാണ് റബ്ബേ, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്ത വരാത്തതാ കുറ്റം. ഇത് പറയുമ്പം പലരും ചോദിക്കാറുണ്ട്, ആരാ ചെയ്യാത്ത്, ആരാ വാങ്ങാത്ത്? ഞങ്ങൾ പൈസ. ഒരു കാര്യം തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനാ. അത് ജീവിതത്തിൽ ഏറ്റെടുത്തു പോയവൻ പടച്ചോന്റെ മുൻപിൽ കണ്ണീരോടെ പറയണം, നാദാ എനിക്ക് ആ അബദ്ധത്തിൽ പെടേണ്ടി വന്നു, എനിക്കൊന്ന് രക്ഷപ്പെടണം റബ്ബേ. ഇന്നതല്ല, ഗ്രാമീണ ബാങ്കിലുള്ളത് അടച്ചു കഴിഞ്ഞിട്ട് വേണം അതുകൊണ്ട് വെച്ചിട്ട് SBI വേറെടുക്കുക, പലിശ കുറവുള്ളത്. അവിടുത്തെ കഴിഞ്ഞിട്ട് വേണം ഏതെങ്കിലും വട്ടിപ്പലിശക്കാരന് കൊണ്ട കൊടുത്തിട്ട് അതിനേക്കാളും കുറവുള്ള എടുക്കാൻ. പെണ്ണുങ്ങളെ പണ്ടം പണയത്തില, മക്കളെ കൈത്തുമ്മലും കാലുമലുള്ളത് പണയത്തില. ചില ആൾക്കാർ പറയാറില്ലേ, ഒരു 10 ഇങ്ങട് എന്തിനാ? അവ മാറ്റി വെക്കണം, നന്നാവാനല്ല, രക്ഷപ്പെടാനല്ല പ്രാർത്ഥന. പട്ടിണി കിടക്കേണ്ടി വന്നാലും പടച്ചോനെ ഹറാമിന്റെ കുടുംബത്തിനെ തീറ്റിക്കരുത്. ഞാനതാ പറഞ്ഞത്, വിശ്വാസം ഒരു വഴിക്ക് പോകുന്നുണ്ട്, ജീവിതം വേറെ വഴിക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളെ ഈ കാണിച്ചു കൂട്ടലുകളൊന്നും പോരാ.
നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഈ ഇബാദത്ത് കൊണ്ടൊക്കെ അള്ളാഹുവിന് നമ്മളോട് ഭയങ്കര മഹബത്താണെങ്കിൽ, നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച, റസൂലിലൂടെ പഠിപ്പിച്ച ചില സ്വഭാവങ്ങളുണ്ട്. ആ 5 സ്വഭാവങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ആ 5 സ്വഭാവം ആരിലുണ്ടോ അവനെ ആ റബ്ബിന് ഇഷ്ടം. അല്ലാണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർ പറയുന്നത് പോലെ ആള് നല്ല ദീനിയ, മുത്തക്കിയ, കാഴ്ചയില് ഉള്ളിലുണ്ടാവില്ല. നിസ്കാരം കണ്ടിട്ട് ഒരാളങ്ങൾ വിലയിരുത്തണ്ട. കാരണം നമസ്കരിക്കുന്നവരിൽ പലരും പലിശ ഇടപാടും കൈക്കൂലി ഇടപാടും പല ഹറാമായ ഭാഗത്തും ചെന്ന് കയറുന്നവരാ. നോമ്പ് വെൽക്കുന്ന പലർക്കും മനസ്സും നാവും നന്നാക്കാൻ പറ്റാത്തവരാ. ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ മുഖത്ത് ഇടതൂർന്ന് വളർന്നിട്ടും അത് മനസ്സ് കയറാത്തത് കൊണ്ടാ ബോംബുകളായി പൊട്ടിത്തെറിക്കുന്നവന്റെ മുഖത്തും ഇസ്ലാമിന്റെ ചിഹ്നമുണ്ട്. പാകിസ്ഥാനിലും ലാഹോറിലും ഇന്ത്യയുടെ കാശ്മീരിലും സിറിയയിലും ലെബനാനിലും പൊട്ടിത്തെറിക്കുന്ന യുവാക്കളുടെ മുഖത്തും മതചിഹ്നമുണ്ട്. അപ്പൊ ചിഹ്നങ്ങളിലല്ല ഇസ്ലാം, രൂപങ്ങളിലല്ല ഇസ്ലാം. 5 വക്തിനും പള്ളി പോകുന്ന വാപ്പാന്റെ കുടുംബത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളുണ്ടെങ്കിൽ അള്ളാന്റെ കണ്ണിൽ ആ വാപ്പ നല്ലൊരു മുഅ്മിനായിട്ടില്ല. സലഫി പർദ്ദയും അപ്തയും ഇട്ട് ഖുർആൻ ക്ലാസ് ചെന്നിരുന്നിട്ടും മോൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ കുത്തുവാക്കുകളെ കൊണ്ട് ആ പെണ്ണിന്റെ കണ്ണ് നിറയിപ്പിക്കുന്ന ഉമ്മാരുണ്ടെങ്കിൽ ഖുർആൻ ക്ലാസ്സേ ഉള്ളൂ, മനസ്സ് നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെയാ ലോകത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും നിങ്ങൾക്ക് എന്നിൽ നിന്ന് 5 കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കും, സമൂഹം നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. സഹാബത്ത് ചോദിച്ചു, റസൂലേ ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതിൽ ഒന്നാമത്തത് ഇത്തഖിൽ മഹാരിം ഫതകുൻ അബദന്നാസ്. നീ നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് റബ്ബ് നിന്നെ തൊട്ട് കണക്കാക്കണമെങ്കിൽ എനക്കൊരു സ്വഭാവം വേണം. നമ്മൾ നല്ലൊരു ഇബാദത്തുകാരനാണെന്ന് ജനങ്ങൾ എങ്ങനെയാ വീക്ഷിക്കുക? 5 വക്തും അയാൾ പള്ളിയിലുണ്ടാവും കേട്ടോ, നല്ല മനുഷ്യൻ, എന്താ ദീനി, എല്ലാ ഖുർആൻ ഇങ്ങനെ ഓതി. ചിലർ പറയും 3 ഖത്തം തീർത്ത് 4 ഖത്തം തീർത്ത്. ഫഅബദന്നാസ്, അവനെ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും? നല്ലൊരു ഇബാദത്തുകാരനായിട്ട് കണ്ടിട്ടുണ്ടാകും. നല്ല മനുഷ്യനാ, നല്ല ഇബാദത്താ. എന്നാ അള്ളാഹു പറയുന്നു, നിങ്ങൾ നല്ലൊരു ഇബാദത്തുകാരനാണെന്ന് റബ്ബിന് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തഖിൽ മഹാരിം, അള്ളാഹ് നിഷിദ്ധമാക്കിയ ഒരു കാര്യം കഴുത്തു മുറിച്ചു കൊടുക്കേണ്ടി വന്നാൽ പോലും ആ ഹറാമ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആ മനസ്സുള്ളവനാണ് ഇബാദത്ത് ചെയ്യുന്നവരിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവൻ. അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം ജീവൻ വെടിയേണ്ടി വന്നാലും ആ ഹറാമ് ചെയ്യൂല എന്ന് ഉറപ്പിക്കുന്നവൻ, മരിക്കേണ്ടി വന്നാലും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞത് കേട്ടപ്പം സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടുക സഹാബി. അള്ളാന്റെ ഹബീബ് ചോദിച്ചു, സഹോദര, അള്ളാഹ് കാത്തിരിക്കുന്ന സമയം ദിക്റുകളും ദുആകളും റബ്ബിലേക്ക് കൊടുക്കാതെ എങ്ങോട്ട് എഴുന്നേറ്റ് ഓടുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലേ 4 ദിവസമായി പച്ചവെള്ളവും പട്ടിണിയുമാണ്, എന്റെ മക്കൾ പോലും ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ. അതിന് എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ. ചെറിയ കാറ്റടിച്ചാൽ പോലും അതിൽ ചിലത് എന്റെ പറമ്പിൽ വീഴും. എന്റെ മക്കൾ എഴുന്നേറ്റ് അത് തിന്നുന്നതിന്റെ മുൻപ് അതെടുത്ത് എനിക്ക് ഓന്റെ പറമ്പ് കിടണം. റസൂൽ ചോദിച്ചു, അത് ആരുടേതാ? ഒരു ജൂതന്റെതാ നബിയെ. അമുസ്ലിമായ ഒരു ജൂതന്റെ ഈത്തപ്പഴം പോലും സ്വന്തം മക്കളെ വയറിലെത്തരുതെന്ന് സഹാബാക്കൾ വാശി പിടിക്കാനുള്ള കാരണം ഇത്തഖിൽ മഹാരിം, അത് ഹറാമാന്ന് റസൂലുള്ള പഠിപ്പിച്ചതുകൊണ്ടാ. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാര്യമാര് ഭർത്താക്കന്മാരെ തടഞ്ഞു പിടിച്ചിട്ട് പറയും, ഭർത്താവേ, നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും, പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് പൊരയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഇത്തഖിൽ മഹാരിം, അല്ലാഹ് ഹറാമാന്ന് പറഞ്ഞാൽ പിന്നെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ആ ഹറാം അവര് ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരുന്നല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അരികിൽ വന്ന് റോമൻ ചക്രവർത്തിമാര് വേഷം മാറി വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ താല്പര്യമുണ്ട്, കുറച്ചാളെ വിട്ടേറണം. വന്നത് ശത്രുക്കളാണെന്നറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 70 ഹാഫിലിങ്ങളായ സഹാബത്തിനെ പറഞ്ഞയച്ചു. മക്ക വിട്ട് റോമയുടെ അതിരിലെത്തിയപ്പം 70 പേരിൽ 69 പേരെയും ആ ഭരണാധികാരികൾ കൊന്നുകളഞ്ഞു. ചിലരെ കുരിശിലേറ്റി കൊന്നു, ചിലരെ വെട്ടിക്കൊന്നു, ചിലരെ തിളച്ച എണ്ണയിലിട്ട് കൊന്നു. 70ാമനായി കൊണ്ടു നിർത്തിയത് അബ്ദുല്ലാഹിബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെയാ. കുരിശിലേറ്റപ്പെട്ടവനെ പോലെ കൈകാലുകൾ ബന്ധിച്ച് ഭരണാധികാരിയുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടപ്പോ ഭരണാധികാരി ചോദിച്ചു, ഹുദാഫ,
താങ്കൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം തരാം. താങ്കൾ ഒരു വാക്ക് പറയണം. ഈ കെട്ടിയിടപ്പെട്ട കുരിശിൽ വെച്ച് ഉറക്കെ താങ്കൾ ഒരു വാക്ക് വിളിച്ചു പറയണം. അതെന്താണെന്നറിയോ? താങ്കൾ വെറുപ്പോടെ പറയണം, എന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്നൊരു തവണ പറഞ്ഞാൽ പകുതി രാജ്യവും എന്റെ മകളെയും താങ്കൾക്ക് ഞാൻ തരും. അബ്ദുല്ലാഹ് ബിൻ ഹുദാഫ പുച്ഛത്തോടെ ഭരണാധികാരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്നില്ല. കോപാകുലനായ ഭരണാധികാരി ഹുദൈഫാനെ കുരിശിലേറ്റാൻ കൽപ്പന കൊടുത്തു. രണ്ട് കൈകളിലും ഇരുമ്പിന്റെ കമ്പികൾ കുത്തിത്താഴ്ത്തിയപ്പം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞു. ഭരണാധികാരി ചോദിച്ചു, ഹുദൈഫ മരിക്കാൻ പേടിയുണ്ടില്ലേ? ഹുദൈഫ പറഞ്ഞു, മരണത്തെ പേടിയില്ല. പിന്നെന്തിനാ അങ്ങ് കരഞ്ഞോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നീ എന്നെ കൊല്ലുന്നത് ഒരു തവണ മാത്രമായിരിക്കും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയി, എന്റെ കൂടെ വന്ന 69 പേർക്കും എനിക്കും എന്റെ ശരീരത്തിലെ രോമങ്ങൾക്കത്ര ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജീവനും നീ ആ കുരിശിലേറ്റി കൊല്ലുമ്പോ അത്രയും ജീവന്റെ കണക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനോട് പറയായിരുന്നു. ഇതിപ്പോ ഒരു ജീവന്റെ കണക്കല്ലേ പറയാനുള്ളൂ എന്ന് ആലോചിക്കുമ്പം എന്തോ ഒരു നിരാശ തോന്നുന്നു. ആ വിശ്വാസത്തിന്റെ മുൻപിൽ അപമാനിതനായ ഭരണാധികാരി ഹുദൈഫാന്റെ കൈകാലുകളിൽ ഇരുമ്പ് കമ്പ് അടിച്ചു കയറ്റി കുരിശിലേറ്റി കൊന്നു. പ്രിയപ്പെട്ടവരെ, അത്ര സൂക്ഷ്മത അവർ ആ വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളോ